സകലതിലും വലുതായിരുന്നു അയാളിൽ ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാര്യത്തിലാണ് ഈ പ്രയോഗം പൂർണ്ണമായും അർത്ഥവത്താകുന്നത്. 2 പരാതികളായിരുന്നു മാങ്കൂട്ടത്തിനെതിരെ പൊതുജനം അറിഞ്ഞത്. അതിൽ 2ലും ജാമ്യം നേടിയിരിക്കുകയുമായിരുന്നു. അങ്ങനെ 2 കേസിൽ ജാമ്യമുള്ള ഒരാളെ 3ാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാമോ എന്ന ധാർമ്മികതയൊക്കെ അവിടെ നിൽക്കട്ടെ. 3ാമത്തെ പരാതി ഇതുവരെ കേട്ടതിനുമൊക്കെയും അപ്പുറത്തായിരുന്നു. സീരിയൽ റേപ്പിസ്റ്റ് മാത്രമല്ല, സീരിയൽ കില്ലർ കൂടിയാണ് അയാൾ എന്ന് പറയേണ്ടി വരുന്നു. ഭ്രൂണഹത്യ ഇത്രയേറെ ചെയ്യിച്ച മറ്റൊരു വ്യക്തിയെയും നമുക്കാർക്കും അറിവില്ല. പ്രണയമെന്ന് ധരിച്ച് ചെന്നിറങ്ങുന്ന പെൺകുട്ടികളാണ് ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടത്. ഇനി പ്രണയമല്ല, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധത്തിലെത്തിയവരാണെങ്കിൽ കൂടി ചെയ്യരുതാത്ത കാര്യങ്ങളാണ് MLA ചെയ്തു കൂട്ടിയത്. അതിക്രൂരമായ ശാരീരിക പീഡനം, പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം, ശേഷം നിരന്തരം ഭീഷണി. ഇത്രയേറെ അതിക്രമങ്ങൾ കാണിച്ച ഒരാളെയാണ് കേരള സമൂഹത്തിന് മുന്നിൽ വന്ന് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സാധാരണ മനുഷ്യർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പീഡനത്തിന്റെ പരാതികളാണ് ഉയർന്നു വരുന്നതും. ഇനിയുമുണ്ട് പോലീസിനെ സമീപിക്കാത്ത പരാതിക്കാർ എന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വത്തെയും ഉന്നത പാർട്ടി നേതാക്കളെയും വിവരങ്ങൾ ധരിപ്പിച്ചവരുമുണ്ട്. അവരെല്ലാവരും അപമാനം ഭയന്ന് പരാതിയുമായി പോകാത്തവരുമാണ്.